Online betting and gambling has received a major setback, as the Ministry of Information and Broadcasting has advised all endorsers and influencers on social media to stop promoting online betting and gambling. The INB Ministry officially telling social media influencers to be careful about posts that they put up that are endorsing offshore online gambling and betting platforms. The government has essentially said that if they find any social media influencers doing the same, they're going to be taking down their posts. Hello and hi everyone. Namaskaram and welcome to Reaction by Ranjulikal. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ, അതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്ന ആപ്പുകൾ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ യൂട്യൂബ് ചാനൽ എന്നിവ വഴി പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലേക്ക് വിമർശിച്ചുകൊണ്ട് ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്, ആളുകളെ കൊലക്കൊടുക്കുന്ന പരിപാടിയാണ്, അവരെ ദരിദ്രരാക്കുന്ന, അവരുടെ പണം അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ പ്രധാനമായിട്ടും മല്ലു ഫാമിലി, സഞ്ജു ടെക്കി, വയനാടൻ വ്ളോഗർ, നിക് വ്ളോഗ്സ് തുടങ്ങിയവരൊക്കെ ചെയ്തിട്ടുള്ള ഇത്തരം പ്രൊമോഷൻസിനെ വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ ഇട്ടത്. ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിക് വ്ളോഗ്സിന്റെ ആ പ്രൊമോട്ട് ചെയ്തിരുന്ന വീഡിയോ തൂക്കിയിട്ടുണ്ട്. അത് യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിളാണ്, അല്ലെങ്കിൽ നിക്കിന് തലക്കകത്ത് ബോധം വന്ന് അത് മാറ്റിയതാണെന്ന് അറിയാൻ പാടില്ല. സംഗതി പുള്ളിയുടെ ചാനലിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം പൂർവാധികം ശക്തിയോടുകൂടി മല്ലു ഫാമിലി, വയനാട് വ്ളോഗേഴ്സ് പോലുള്ളവരൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി ഇതിന്റെ പ്രൊമോഷൻ തുടരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം യൂട്യൂബിന് അല്ലെങ്കിൽ ഗൂഗിളിന് കൃത്യമായിട്ട് ഇതിന്റെ പോളിസി ഉണ്ട് എന്ന് മാത്രമല്ല, അവരെല്ലാ വീഡിയോസും സ്ക്രീൻ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസിന്റെയും കണ്ടന്റ് അവര് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പാർട്ട്നേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാ കണ്ടന്റും, അതിലെ ഏതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നടക്കുന്നുണ്ട്. പാർട്ട്നേഴ്സ് പ്രോഗ്രാമുള്ളവർക്ക് അറിയാം അവരുടെ എലിജിബിലിറ്റി യെല്ലോ, ഗ്രീൻ, റെഡ് ഒക്കെ ആവുന്നത്. ഇപ്പൊ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ തന്നെ, ഉദാഹരണമായിട്ട് പോക്സോ ആയിട്ട് ദുരുപയോഗം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോന് യെല്ലോ റേറ്റിംഗ് ആണ് വന്നത്. കാരണം അതിൽ കുട്ടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, സെക്ഷൽ വയലൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് കൊണ്ട് ആ റേറ്റിംഗ് ആണ് വന്നത്. നമ്മൾക്കതിന് റിവ്യൂ സബ്മിറ്റ് ചെയ്യാം. അവരത് വീണ്ടും ആ വീഡിയോ കണ്ടന്റ് തരള് റിവ്യൂ ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമുക്ക് റേറ്റിംഗ് വരുന്നത്. അപ്പൊ അതോടൊപ്പം ഇങ്ങനെയുള്ള ഉടായ്പ കാണിച്ചുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഗാംബ്ലിംഗ് സൈറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ ഏതോ ഒരു റൈഡറിന്റെ മൊത്തം ചാനൽ അടിച്ച് കളഞ്ഞിട്ടുണ്ട് യൂട്യൂബ്. അവിടെ അവർ വെച്ചോണ്ടിരിക്കുന്നില്ല, നിന്റെ ഉടായ്പ പരിപാടിയൊന്നും വേണടാ മോനെ, ഇറങ്ങിക്കോ കെട്ടും പാണ്ടോട്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുവിടും. പക്ഷെ ഇൻസ്റ്റാഗ്രാമിന്, ഫേസ്ബുക്കിൽ അത്തരം രീതിയിലുള്ള സ്ക്രീനിങ്ങുകളില്ല. അതുകൊണ്ടാണ് ഈ മല്ലു ഫാമിലിയിലെ സുജിനും വയനാട് വ്ളോഗറും ഈ സഞ്ജു ടെക്കിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് സംഗതി ഇട്ടിട്ട് കാശ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കാശ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കണതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് കിട്ടുന്ന കാശ് എത്രയാണ് എന്ന് നമ്മൾ ഊഹിക്കാൻ കഴിയും. പ്രധാനമായിട്ടും ഇവർക്ക് ഇവരെന്ന് പറയുന്നത് ഈ സൂചനയ്ക്ക് കിട്ടുന്ന കാര്യമല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പൊതുവിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം വയനാടൻ വ്ളോഗർ ATM പോയിട്ട് 1,00,000 പരം രൂപയുടെ ബാങ്ക് ബാലൻസ് കാണിച്ചു തന്നു. 2 ദിവസം കൊണ്ട് അവന് ബെറ്റിംഗ് ആപ്പ് വഴി കിട്ടിയ പൈസയാണെന്നാണ് പറയുന്നത്. അതേപോലെ അവന്റെ ഭാര്യ പർച്ചേസ് നടത്തുന്നത് ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ വഴി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇവരുടെയൊക്കെ വരുമാനം, ഇവരുടെ ഇൻകം സോഴ്സ് കൃത്യമായിട്ട് ഈ നാട്ടിലെ നിയമ സംവിധാനം ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിയമ സംവിധാനത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളോടാണ് ഈ പറയുന്ന ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഇൻകം സോഴ്സ്, അത് എവിടെ നിന്ന് അവർക്ക് ആ പൈസ വരുന്നു, അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ പറയാൻ കാരണം, ഇതിന്റെ തുടക്കത്തിൽ ഞാനൊരു ഹൈലൈറ്റ്സ് കാണിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തപ്പി നോക്കി ഞാൻ സെർച്ച് ചെയ്ത ടേംസിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ പാടില്ല. അന്വേഷിച്ചിട്ട് അത് കിട്ടിയില്ല. കിട്ടിയത് രണ്ടും ഇംഗ്ലീഷിലുള്ള ന്യൂസാണ്. രത്നച്ചുരുക്കം എന്ന് പറയുന്നത് നമ്മളുടെ MIB, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഈ രീതിയിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വാൺ ചെയ്തുകൊണ്ട് ഒരു വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾക്കറിയാം. 2 ദിവസം മുമ്പാണ് വീണ്ടും ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് മല്ലു ഫാമിലി, സുജിനും വയനാടൻ വ്ളോഗറൊക്കെ പൊങ്ങി വന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. ആ വാർത്തയാണ് ഈ കാണുന്നത്. The Ministry of Information and Broadcasting on Thursday advised. ഈ തേഴ്സ്ഡേ എന്ന് പറയുന്നത്, ഈ ന്യൂസ് വന്നിരിക്കുന്നത് മാർച്ചിലാണെന്ന് ആലോചിക്കണം. മാർച്ച് 2024 വന്നിരിക്കുന്ന ന്യൂസാണ്, അല്ലാതെ ഈയിടക്ക് വന്ന ന്യൂസ് അല്ല. Advised all endorsers and influencers on social media to refrain from promoting or advertising, including surrogate advertisements of offshore online betting and gambling platforms. അപ്പൊ ഇങ്ങനെ ഉടായ്പ പരിപാടികൾ ചെയ്യരുതെന്ന് ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ
വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗവൺമെന്റ് പറയുന്നുണ്ട്, എത്രയോ യൂട്യൂബേഴ്സ് പറയുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഇവന്മാരുടെ ഈ അപരാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടരാനായിട്ട് തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇവരിത് തുടരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും? അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് ഒരു വാർത്ത ലഭിച്ചത്. അത് ബസ് ഇൻ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ വന്ന ലേഖനമാണ്. ഈ ലേഖനം വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ്, ഓഗസ്റ്റിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ല ഞെട്ടിക്കുന്ന വാർത്തകൾ ഇവന്മാർക്ക് ലഭിക്കുന്നത്, ഈ നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസർ ലഭിക്കുന്നത് ആക്ച്വലി ഈ പ്രൊമോഷന് വേണ്ടി അവർ മാറ്റിവെക്കുന്നതിൻ്റെ വല്ല 1%, 0.5% ഒക്കെയാണ്. ഈ 1.5 ലക്ഷം കിട്ടുമ്പോൾ നമ്മൾ വലിയ തുകയായിട്ട് വിചാരിക്കും. പക്ഷേ സത്യത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി വകയിരുത്തി വെച്ചിരിക്കുന്ന ഫണ്ടിന്റെ വെറും 1% ഈ വയനാടൻ ബ്ലോഗറിനെ പോലുള്ളവർ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 1,10,000 രൂപ ഗാംബ്ലിംഗ് വഴി കിട്ടിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഫണ്ട് ചെയ്താണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാണോ എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ 1.5 ലക്ഷം രൂപ പരസ്യമിടുന്നതിന് അവന് കിട്ടിയ പ്രതിഫലമാണ്. അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കട്ടെ ആ കാര്യത്തിൽ. പക്ഷേ ഈ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് പോലും വെറും 1% 1% അല്ലെങ്കിൽ 0.5%. ഈ ലേഖനം ആരംഭിക്കുന്നത് തന്നെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പുറപ്പെടുവിച്ച ഈ വാർണിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഒരു വാർണിംഗ് ഉണ്ട്, അതായത് ഓൺലൈൻ ബെറ്റിംഗ് ആൻഡ് ഇല്ലീഗൽ ഗ്ലാമ്പിംഗ് പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വാൺ ചെയ്തിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്നിട്ടുള്ള ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഗുണമുണ്ടായോ? അതിനുത്തരം അവർ പറയുന്നത് ഇല്ല, അങ്ങനെ ഒരു ഗുണമുണ്ടായില്ല. അതിനെന്താണ് കാരണം എന്ന ചോദ്യത്തിന് വൈഭവ് ഗുപ്ത, അദ്ദേഹം ഒരു കമ്പനിയുടെ CPO ആണ്, ഫൗണ്ടറാണ് വൈഭവ് ഗുപ്ത. അദ്ദേഹം പറയുന്ന ആൻസർ വായിച്ചു നോക്കേണ്ടതാണ്. Influencers are paid 3 times the standard rate to promote gambling platforms. They sign long-term deals averaging rupees 50 lakhs per month, 50 lakhs per month, with the flexibility to do as many paid promotions as they want. Payouts on the platforms like Sky Exchange can reach up to 2 crores per week. 2 കോടി രൂപ ഒരാഴ്ച ഒരാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊക്കെ കിട്ടുന്നത് വല്ല 0.5%, 1% ഒക്കെയാണ്. ഈ സ്കൈ എക്സ്ചേഞ്ച് പോലുള്ള ആളുകൾ പ്രൊമോഷന് വേണ്ടി, അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്ന തുകയാണ് 2 കോടി രൂപ. ബാക്കിയുള്ള ആളുകൾക്ക് ആവറേജ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. ആവറേജ് 50 ലക്ഷം രൂപ ഒരു മാസം കൊടുക്കുന്നു. 50 ലക്ഷം രൂപ കിട്ടുന്ന വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാം, സ്വന്തം അക്കൗണ്ടിൽ പൈസ കിട്ടും. ഞാൻ പറയുന്നത് ഈ പറയുന്ന മല്ലു ഫാമിലി സുജിനും ഈ വയനാടൻ ബ്ലോഗറിനും സഞ്ജു ടെക്കിക്കും ഒന്നും 50 ലക്ഷം രൂപ കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് ഈ മാർക്കറ്റിൽ നടക്കുന്ന കാര്യം. ഈ 50 ലക്ഷം രൂപ കൊടുക്കാനുള്ള സാഹചര്യം എവിടെ നിന്നുണ്ടാകുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്ക് എന്താ പ്രാന്താണ് ഇത്ര 50 ലക്ഷം രൂപ, കോടിക്കണക്കിന് രൂപയ്ക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യിക്കുക? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ക്രിക്കറ്റ് കളിക്കാറുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, എന്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിച്ചുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇപ്പോൾ സത്യത്തില് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ മല്ലു ഫാമിലിക്ക് വന്നിരുന്ന് പറയാണ്, താട്ടന് മാല മേടിച്ചു കൊടുക്കാൻ പോയതാണ്. ടാറ്റനോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്. പുള്ളിക്ക് മാല മേടിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഇത് എല്ലാ ദിവസവും നടക്കുന്ന കാര്യത്തിൽ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കണം. ചേട്ടനോ അനിയത്തിക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ പാരന്റ്സിനോ ഗ്രാൻഡ് പാരന്റ്സിനോ ഗ്രാൻഡ് കിഡ്സിനോ ഒക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം പൈസ ഇല്ലാതിരിക്കുമ്പോൾ അതുമായിട്ട് നമ്മളുടെ ആ ഒരു ചൂഷണമാണ്, നമ്മളുടെ ഒരു സാഹചര്യത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരു ആപ്പ് ഉപയോഗിക്കൂ. വയനാടൻ ബ്ലോഗറിന്റെ ഭാര്യ എന്താ പറഞ്ഞത്, അവൾ കുറെ കോസ്മെറ്റിക്സിന്റെ ഷെൽഫാണ് കാണിക്കാൻ തോന്നുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് പറഞ്ഞു, നീ ഇതൊക്കെ എവിടെ നിന്ന് മേടിച്ചു? എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചതാണോ? അപ്പം പെണ്ണുമ്പിള്ള പറയുന്നു, ഇല്ല, എൻ്റെ ബയോയിലും ഇവന്റെ ബയോയിലും ഒരു ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ലിങ്കിൽ പോയി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം കളിച്ച് കാശുണ്ടാക്കിയതാണ്. ഇതൊക്കെ സാധാരണക്കാരെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്ന് ഈ ഉഡായിപ്പ് ആപ്പുകൾ ഉണ്ടാക്കി വിടുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ടാണ് അവര് ഇതുപോലുള്ള തലക്കകത്ത് മൂളയില്ലാത്ത വ്ളോഗേഴ്സിനെ വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതേസമയം ഇതേ കാര്യം തന്നെ ഏതെങ്കിലും ക്രിക്കറ്റ് കളിക്കാരനോ ആരെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമ്മളെ മനസ്സിലേക്ക് കയറില്ല, ഏതെങ്കിലുമൊക്കെ ഒരു സെലിബ്രിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതുപോലുള്ള ഫാമിലി വ്ളോഗേഴ്സൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ അവന് കിട്ടും, എന്നാൽ എനിക്കും കിട്ടും, നമ്മൾ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത് വേറൊരു വീട്ടിൽ നടക്കുന്ന സംഭവമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അവര് പറയാണ്, ഞങ്ങൾക്ക് മാല മേടിക്കാൻ കാശ് ഇങ്ങനെയാണ്ടോ കിട്ടിയത്, നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റൊരു വീട്ടുകാർ അത് ട്രൈ ചെയ്ത് നോക്കും. ആ ഒരു എഫക്റ്റ് ഏതെങ്കിലും സെലിബ്രിറ്റിയെ വെച്ച് ജയിച്ചാൽ കിട്ടില്ല. ആ ഒരു സ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെയൊക്കെ ഒരു
ഒരു ഇൻഫ്ലുവൻസറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ എത്ര കോടികളായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഈ പൈസ എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു? അവിടെയാണ് ആ 20 ലക്ഷം രൂപ പോയ ആളുടെ കരച്ചിൽ നമ്മൾ കാണേണ്ടത്. കാരണം ഇങ്ങനെ പോയ ആളുകളുടെ പൈസയാണ് ഇവർ നേടുന്നത്. ആ ലാഭത്തിന്റെ ചെറിയൊരു ശതമാനമായിരിക്കും ഇവർക്ക് കൊടുക്കുന്നത് അഡ്വർടൈസ് ചെയ്യാനായിട്ട്. എത്ര രൂപ, എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടാവും, എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ആ കുടുംബത്തിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും വേണ്ടി മാറ്റിവെച്ച പൈസയാണ് ഇതുപോലുള്ള ഗാംബ്ലിംഗ് ആപ്പുകളിൽ ഇട്ടിട്ട് ആ പൈസ നഷ്ടപ്പെട്ട് കുടുംബനാഥൻ ചിലപ്പോൾ ആത്മഹത്യയും, അല്ലെങ്കിൽ കുടുംബനാഥ ആത്മഹത്യയും, കുടുംബാനാഥാവും, അവർ ദാരിദ്ര്യത്തിൽപ്പെടും, സാമ്പത്തികമായ വിഷയങ്ങളിൽ ചെന്നുപെടും. ആ പൈസയാണ് ഇവരൊക്കെ മേടിച്ചെടുത്തിട്ട് അഡ്വർടൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇവന്മാർ വന്നിരുന്ന് പറയുന്ന, റിപ്പീറ്റ് ചെയ്യുന്നൊരു വാക്കുണ്ട്, സ്ഥിരമായിട്ട് പറയുന്ന വാക്കാണ്, ഇത് നിങ്ങളുടെ പൈസയാണേ, നിങ്ങൾ സൂക്ഷിച്ച് ചെലവാക്കണേ, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. അവർ സ്വയം സേഫ് ഗാർഡ് എടുക്കുകയാണ്, സ്വന്തം കാര്യം നോക്കുകയാണ്. അതിനെക്കുറിച്ച് റോളൻ ലാൻഡേഴ്സ്, ഓൾ ഇന്ത്യ ഗെയിമിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റാണ്, അദ്ദേഹം പറയുകയാണ്, ഡ്യൂ ടു ലാക്ക് ഓഫ് റെഗുലേഷൻസ് these platforms do not have to pay TDS or GST. A fact they often advertise heavily, making them more attractive to users. However, they present a considerable risk to their users as they lack measures of fraud protection, responsible gaming and other safeguards. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുമുള്ള സുരക്ഷിതത്വമില്ല. ഇതെല്ലാം ഇല്ലീഗൽ ആപ്പാണ്. ഇതിന് ടാക്സ് അടക്കുന്നില്ല, TDS ഇല്ല, GST അടക്കുന്നില്ല. ഈ പൈസയൊക്കെ ഇല്ലീഗലായിട്ട് സമ്പാദിക്കുന്ന പൈസയാണ്. അതേസമയം തന്നെ അവർക്കറിയാം ഇത് ഫ്രോഡ്, ഇതിനൊക്കെ ഒരു ഗ്യാരണ്ടിയും ഇല്ല, പൈസ പോകും, തട്ടിപ്പിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ വന്നിരുന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം പൈസയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒറ്റിക്കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിന് 30 വെള്ളിക്കാശിനാണ് യൂദാസ് ഒറ്റിക്കൊടുത്തതെങ്കിൽ സ്വന്തം ഫോളോവേഴ്സിനെ, സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ, ഇവരുടെ വ്യൂവേഴ്സിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബ് ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ ഒറ്റിക്കൊടുക്കുന്നത്. These legal platforms can potentially be used for money laundering and terror financing, thus posing a national security risk as well. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സമ്പാദിക്കുന്ന പൈസ, കാരണം ഇതൊരു രീതിയിലും ലീഗലി കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നില്ല ഈ പണം. ആ പണം നാളെ ടെററിസ്റ്റ് ഫണ്ടിങ്, അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ മണി ലോണ്ടറിങ്, അതായത് ഈ കള്ളപ്പണമൊക്കെ വെളുപ്പിച്ച് ആ പണം വീണ്ടും ഇതുപോലുള്ള ക്രിമിനൽ ഒഫൻസസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ തുരങ്കം വെക്കുന്ന കാര്യങ്ങൾക്കാണ് ഈ പറയുന്ന മല്ലു ഫാമിലിയും സഞ്ജു ടെക്കിയും ഈ വയനാടൻ ബ്ലോഗറിനെ പോലുള്ള ആളുകളൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്നത്. അത്രയും സീരിയസ് ആയി ഒഫൻസാണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. ഇവരൊക്കെ പറഞ്ഞ് നന്നാക്കുന്നതും പോത്തിന് വേദമോതി കൊടുക്കുന്നതും അല്ലെങ്കിൽ പട്ടിയുടെ വാല് നിവരാൻ വെക്കുന്നതും ഒരേപോലെയാണ്. ചിലപ്പോൾ പോത്ത് വേദം പഠിക്കും, അല്ലെങ്കിൽ പട്ടിയുടെ വാല് നിവരും. ഇവരാരും നന്നാകാൻ പോകുന്നില്ല. ഇത് പറയുന്നത് ഇവരുടെ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് അതിന്റെ പിന്നാലെ ചാടാൻ പോകുന്നവരോടാണ്. നിങ്ങൾ ഒന്നാമത് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം റിസ്കിലാക്കുകയാണ്. പലരും ആത്മഹത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്, പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ റിസ്ക് ചെയ്യാണ്. രണ്ടാമത്തെ കാര്യം, ഇതുപോലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇതുപോലുള്ള ഫണ്ടുകൾ പൊട്ടൻഷ്യലി ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. അതൊക്കെ കൊണ്ട് തന്നെ ഈ പറയുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ലഭിക്കുന്ന ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇവർ കാണിക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനുകൾ ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തവരായ ആളുകളുണ്ടല്ലോ, നമ്മളിപ്പോഴുള്ളവര്, നമ്മളിതിനകത്ത് കളിക്കുന്നുമില്ല, ഇത് പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ക്രിമിനൽ ഒഫൻസുകൾക്ക് കൂടിയാണ് ഈ ആളുകൾ പ്രൊമോഷനുമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇതുപോലുള്ള പ്രൊമോഷനുകൾക്കെതിരെ നടപടി ഉണ്ടാകണം. എന്താണ് നിങ്ങൾക്ക് ഈ വാർത്തയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ലേഖനത്തിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തോന്നുന്നത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.